സുഗമോദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ കെ നായരാണെങ്കിൽ സിദ്ധാർത്ഥനെ വിളിച്ചിട്ട് നാളെ എൻ്റെ പ്ലാന്റിൻ്റെ ഉദ്ഘാടനം അതിൽ പങ്കെടുക്കാൻ നിങ്ങളും വന്നം, ഒരു തിരി നിങ്ങളും തെളിയിക്കണം എന്ന് പറയുമ്പം സിദ്ധാർത്ഥന അത് കേട്ടിട്ട് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ നമ്മളുടെ സിദ്ധാർത്ഥനാണെങ്കിൽ കെ നായരോട് പറയുന്നുണ്ട് തൻ്റെ പ്ലാന്റിൻ്റെ ഉദ്ഘാടനം മാത്രമേ നടക്കുകയുള്ളൂ, അവിടെ പ്രവർത്തനമൊന്നും നടക്കൂല, അതെങ്ങനെയാണ് സാറ് തീരുമാനിക്കണേന്ന് ചോദിക്കുമ്പം അതൊക്കെ താൻ കണ്ടോ, നാളെ ഉദ്ഘാടനം കഴിയുന്നതോടുകൂടി തന്നെ അവിടെ പ്രശ്നങ്ങൾ തുടങ്ങും, സമരത്തിനുള്ള ഏർപ്പാടൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പം എൻ്റെ പ്ലാന്റിലേക്ക് സമരത്തിനായിട്ട് ഒരുത്തിനും വരില്ല എന്നൊക്കെ പറഞ്ഞ് ഈ സിദ്ധാർത്ഥനെയാണെങ്കിൽ നല്ലോണം ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇതേസമയം നമ്മളുടെ ഇസബല്ലയാണെങ്കിൽ നന്ദനോട് ആ ഒരു ഫയൽ എടുത്തു വയ്ക്കാൻ പറഞ്ഞിട്ട് ദേവിക പോയ പുറകെ തന്നെ നന്ദൻ ദേവികയുടെ ഷെൽഫ് ആകെ ഇങ്ങനെ പരിശോധിച്ച് ആ ഒരു ഫയൽ കണ്ടെത്തുന്നുണ്ട്. എന്നിട്ട് ആ ഫയൽ കിട്ടിയെന്ന് പറയുമ്പം ഇസബല്ല പറയുന്നുണ്ട് ആ ഫയൽ ഇപ്പോൾ തൽക്കാലം ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, അത് നിൻ്റെ വീട്ടിൽ തന്നെ ഇരിക്കട്ടെ, എവിടെയെങ്കിലും മാറ്റി വെച്ചേക്കണം, ഇനി ദേവിക അന്വേഷിച്ചാൽ അത് കൊടുക്കരുത് കേട്ടോ എന്ന് പറയുമ്പോൾ നന്ദനാണെങ്കിൽ ശരി ബെല്ല ഞാനത് കൊടുക്കില്ല, ഞാനിവിടെ മാറ്റി വെച്ചേക്കാം എന്നൊക്കെ പറയണു. ഇതേസമയം നമ്മളുടെ മുരളിയും ദേവികയും കൂടി ഓഫീസിലേക്ക് പോണ വഴിക്ക് മുരളി ദേവികയോട് പറയുന്നുണ്ട് ഈ ഇസബല്ലയുടെയും കെവിൻ്റെയും നന്ദൻ്റെയും ബന്ധത്തിൽ എനിക്ക് ചെറിയ സംശയങ്ങളുണ്ട്, അവർ തമ്മിൽ പ്രണയമോ അങ്ങനെയൊന്നും അല്ല, പക്ഷെ വേറെ എന്തോ ഒരു കാര്യം അതിൻ്റെ പിന്നിലുണ്ട്, അതെന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം, ഇല്ലെങ്കിൽ ദേവിയുടെ ജീവിതം തന്നെ അതുകൊണ്ട് തകർന്നു പോകുമെന്ന് പറയുമ്പോൾ ദേവിക പറയുന്നുണ്ട് അതൊക്കെ എനിക്ക് അറിയാം മുരളിയേട്ടാ, ഇതിപ്പോൾ ആകെ പ്രശ്നങ്ങളായല്ലോ, ശാരിയാണെങ്കിൽ ഒരു വഴിക്ക് നന്ദനാണെങ്കിൽ വേറെ വഴിക്ക്, ഇനി എന്ത് ചെയ്യുമെന്നൊക്കെ പറയുമ്പം മുരളി പറയുന്നുണ്ട് എല്ലാം നമുക്ക് പരിഹരിക്കാം, എന്തായാലും ശാരിക പ്രണയിക്കുന്നത് ആരെയാണെന്ന് അറിഞ്ഞാൽ നമുക്ക് സമാധാനമായല്ലോ എന്ന് പറയുമ്പോൾ ദേവിക പറയുന്നുണ്ട് അതിനവൾ ആരാന്നുള്ളത് നമ്മളോട് പറയണില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയണേ, എന്തായാലും കുഴപ്പമില്ലാത്ത ആരെങ്കിലും ആയിരുന്നാൽ മതിയായിരുന്നു മുരളിയേട്ടാന്ന് പറയണു. പിന്നീട് ഈ മുരളി ദേവികയോട് പറയുന്നുണ്ട് എന്തായാലും ഇസബല്ലയുടെയും നന്ദൻ്റെയും പോക്ക് എങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല, അതിനെക്കുറിച്ച് ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ അവൻ എന്നോട് ദേഷ്യപ്പെടും, അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അവനോട് അധികം സംസാരിക്കാൻ നിൽക്കാറില്ല. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ രജനീനെയും ഗിരീഷിൻ്റെ അമ്മേനെയാണ്. രജനിയാണെങ്കിൽ ഇങ്ങനെ ആകെ ടെൻഷനായിട്ടിരിക്കുമ്പം ഗിരീഷിൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട് മോളുടെ വിഷമം ഇതുവരെ മാറിയില്ലേന്ന് ചോദിക്കുമ്പം ഞാൻ എങ്ങനെ വിഷമിക്കാതിരിക്കും അമ്മേ, ഗിരിയോട് പോകണ്ടെന്ന് പറഞ്ഞിട്ട് ഗിരി പോയില്ലേ, അല്ലെങ്കിൽ തന്നെ ആ കെ നായർ അന്ന് ഇവിടെ വന്നപ്പോൾ നല്ലോണം ഭീഷണിപ്പെടുത്തിയിട്ടാണ് പോയത്, ഗിരിയെ എന്തെങ്കിലും ചെയ്യുമെന്നും പറഞ്ഞ്, അതുകൊണ്ട് എനിക്ക് പേടിയാണ്, അന്നേ അയാൾ പറഞ്ഞു കുഞ്ഞിനെ അച്ഛനില്ലാണ്ടാക്കൂന്ന്, അതുകൊണ്ട് എനിക്ക് പേടി അമ്മയെന്ന് പറയുമ്പോൾ മോളതൊന്നും ഓർത്ത് ടെൻഷനാവണ്ട, ഗിരിക്കൊരു കുഴപ്പവും വരില്ല, ഗിരി ഒറ്റയ്ക്കൊന്നും അല്ലല്ലോ, കൂടെ ഒരുപാട് പേരുണ്ടല്ലോ എന്ന്. അങ്ങനെ നമ്മളുടെ രജനിയാണെങ്കിൽ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട്. പിന്നീട് പ്രഭാവതിനെയും നന്ദനെയൊക്കെയാണ് കാണിക്കുന്നത്. നന്ദൻ പ്രഭാവതിയോട് പറയുന്നുണ്ട് അമ്മേ ആ DYSP കുരുവിള സാറ് ഒരു ഫയൽ ദേവികയുടെ അടുത്ത് നിന്ന് എടുത്തു കൊടുക്കാൻ എന്നോട് പറഞ്ഞിരുന്നു, അത് ഞാനിവിടെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പം പ്രഭാവതി ചോദിക്കുന്നുണ്ട് എന്ത് ഫയലാണ് നന്ദാന്ന് ചോദിക്കുമ്പം അതൊന്നും എനിക്കറിയില്ല, അയാൾ പറഞ്ഞൊരു ഫയൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടെന്ന്. ആ സമയത്ത് പ്രഭാവതി ചോദിക്കുന്നുണ്ട് അത് ദേവികയ്ക്ക് ആവശ്യമുള്ളതല്ലേ, അത് നീ മാറ്റി വെച്ച പ്രശ്നമാവില്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്ത് പ്രശ്നമാണ്, നമ്മളത് കണ്ടില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്ന്. ആ സമയത്ത് പ്രഭാവതിക്കാണെങ്കിൽ ആകെ ഒരു പ്രയാസമാവുന്നുണ്ട്, കാരണം ദേവികയോട് ചെയ്യുന്നത് വലിയ ചതിയാണല്ലോ എന്ന് ഓർത്ത്. പിന്നെ പ്രഭാവതിയാണെങ്കിൽ നന്ദനോട് പറയുന്നുണ്ട് അത് നീ ചെയ്യുന്നത് വലിയ ചതിയല്ലേ നന്ദ, എന്തായാലും അവളുടെ ഉത്തരവാദിത്വത്തിൽപ്പെട്ട കാര്യങ്ങളല്ലേ അത്, അതിൽ നമ്മൾ കൈയെടുത്തണ ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് രക്ഷപ്പെടാൻ ഇതല്ലാതെ വേറൊരു മാർഗ്ഗമില്ല അമ്മേ, ഇസബല്ലേനെയും കെവിനെയും ഒന്നും വെറുപ്പിക്കാൻ പറ്റില്ല, അവരെനിക്ക് എൻ്റെ ജീവിതം തന്നെ തിരിച്ചു തന്നവരാ, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ജയിലിൽ കിടക്കേണ്ടതല്ലേന്ന്. അതേസമയം നമ്മളുടെ മുരളിയാണെങ്കിൽ ദേവികയോട് ചോദിക്കുന്നുണ്ട് ദേവിക ഇനി ഓഫീസിലേക്കാണോ പോണേ, അതോ എന്തെങ്കിലും മീറ്റിംഗ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പം ഇല്ല മുരളിയേട്ടാ എനിക്ക് ഓഫീസിലും പോകണം, അത് കഴിഞ്ഞൊരു മീറ്റിങ്ങും ഉണ്ട്, മീറ്റിങ്ങിന് വേണ്ടി ഞാനൊരു ഫയൽ വീട്ടിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ കുറച്ച് ദിവസം മുമ്പ് അതിനെക്കുറിച്ച് നല്ലോണം പഠിക്കാൻ വേണ്ടി വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചതാണ്, അതെല്ലാം പഠിച്ച് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കണേ, ആ ഫയൽ എടുത്തുകൊണ്ട് വന്നിട്ട് വേണം മീറ്റിങ്ങിന് പോകാമെന്ന്. അങ്ങനെ മുരളി ചോദിക്കുന്നുണ്ട് അപ്പം ഇനി നമ്മൾ വീട്ടിലോട്ടാണോ പോകണേന്ന് ചോദിക്കുമ്പോൾ ആ വീട്ടിൽ പോയി ആ ഫയൽ എടുത്തിട്ട് വേണം മുരളിയേട്ടാ നമുക്ക് പോകാൻ പറഞ്ഞ് ദേവികയും മുരളിയും കൂടി വീട്ടിലോട്ട് വരുന്നുണ്ട്. ഈ സമയത്ത് ദേവികയെ കണ്ടതും ഈ നന്ദൻ ചോദിക്കുന്നുണ്ട് നീ എന്താ ദേവി പോയിട്ട് തിരിച്ചു വന്നതെന്ന് ചോദിക്കുമ്പം എനിക്ക് അത്യാവശ്യം വേണ്ട ഒരു ഫയൽ ഇവിടെ വെച്ച് ഞാൻ മറന്നുപോയി, അത് എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം ഏത് ഫയലാണെന്ന് ചോദിക്കുമ്പം ദേവിക ചോദിക്കുന്നുണ്ട് ഫയൽ ഏതാണെന്ന് പറഞ്ഞാൽ നന്ദുവിനെ അറിയുമെന്ന് ചോദിക്കണം. അത് കേട്ടതും നന്ദു ആണെങ്കിൽ ആകെ ചോദിച്ചത് മണ്ടത്തരായതുപോലെ പോലെ ആവുന്നുണ്ട്. പിന്നീട് ദേവികയാണെങ്കിൽ ഷെൽഫൊക്കെ തുറന്ന് ഫയലൊക്കെ നോക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ അകത്ത് ദേവിക വച്ചിരുന്ന ആ ഒരു ഫയൽ കാണുന്നില്ല. എന്നിട്ട് ദേവിക മനസ്സിലിങ്ങനെ പറയുന്നുണ്ട് ഞാൻ ആ ഫയൽ ഇവിടെ ആയിരുന്നല്ലോ വെച്ചിരുന്നത്, അതിപ്പോൾ എവിടെ പോയി, ഞാനത് ഓഫീസിലോട്ട് കൊണ്ടുപോയിട്ടുമില്ല, പിന്നെ ആ ഫയൽ എവിടെ പോയി, ഇത് ആരാ എടുത്ത് മാറ്റിയെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
എന്തായാലും നന്ദുവിനോട് ചോദിച്ചു നോക്കാമെന്നും പറഞ്ഞുകൊണ്ട് ദേവിക ചെന്ന് നന്ദുവിനോട് ചോദിക്കുന്നുണ്ട്. നന്ദു, ഞാൻ ആ ഷെൽഫിൽ വെച്ചിരുന്ന ഒരു ഫയൽ കാണുന്നില്ല, നന്ദു ഇവിടെ എങ്ങാനും അതിരുന്ന് കണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല ദേവി, ഞാൻ അങ്ങനെ ഒരു ഫയലും ഇവിടെ കണ്ടില്ലല്ലോ, അങ്ങനെ ഒരു ഫയലും ദേവി പുറത്ത് വയ്ക്കാറില്ലല്ലോ, പിന്നെ എന്താ പറ്റി? ദേവി ചിലപ്പോൾ അത് ഓഫീസിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ദേവിയുടെ കയ്യിൽ നിന്ന് എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. ആ സമയത്ത് ദേവിക പറയുന്നുണ്ട്, ഇല്ല നന്ദു, എൻ്റെ കയ്യിൽ നിന്ന് അത് നഷ്ടപ്പെട്ടു പോയിട്ടൊന്നുമില്ല, അത് ഞാൻ ഇവിടെ തന്നെയാണ് വെച്ചിരുന്നത്, ഇവിടുന്ന് അതെങ്ങും പോകുമൊന്നുമില്ല, അതിവിടെ തന്നെ കാണണം എന്ന് പറയുമ്പോൾ നന്ദൻ പറയുന്നുണ്ട്, അതൊന്നും എനിക്കറിയില്ല ദേവി, എന്തായാലും ദേവി നോക്കിയെടുക്കുന്നു പറഞ്ഞ് നന്ദൻ അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കെ നായരുടെ പ്ലാന്റിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞതും ഗിരീഷിനും ഗിരീഷിൻ്റെ പാർട്ടിക്കാരും സമരമായിട്ട് അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. അങ്ങനെ ഗിരീഷിനെ കണ്ടതും കെ നായർ വന്നിട്ട് ഗിരീഷിനോട് പറയുന്നുണ്ട്, നിന്നോട് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു എൻ്റെ പ്ലാന്റിനെതിരെ സമരമായിട്ട് വരരുതെന്ന്, എന്തായാലും നീ വന്ന സ്ഥിതിക്ക് നിന്നെ എതിർക്കാനുള്ള ശക്തിയൊക്കെ എനിക്കിവിടെ ഉണ്ട്, നീ ഒരിക്കലും ഈ സമരത്തിൽ വിജയിക്കാൻ പോണില്ല. ആ സമയത്ത് ഗിരീഷൻ പറയുന്നുണ്ട്, അത് സാറിൻ്റെ വെറും തോന്നൽ മാത്രം, ഈ പ്ലാന്റ് ഇവിടെ പ്രവർത്തിക്കാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. ആ സമയം കെ നായർക്ക് ഭയങ്കര ദേഷ്യം വന്നിട്ട്, നീ എന്ത് ചെയ്യുമെന്നാടാ പറയണേന്ന് ചോദിച്ച് ഗിരീഷിനെ പിടിച്ച് തള്ളാൻ തുടങ്ങുമ്പോൾ ഗിരീഷിൻ്റെ കൂടെയുള്ളൊരു പ്രവർത്തകൻ കെ നായരെ പിടിച്ച് തള്ളുന്നുണ്ട്. ആ സമയത്ത് നിങ്ങളെയൊക്കെ ഞാൻ ശരിയാക്കി തരാടാന്നും പറഞ്ഞുകൊണ്ട് കെ നായർ അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് പോലീസ് ജീപ്പും പോലീസൊക്കെ വന്ന് ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്ന ആ ഒരു സീനൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇനി തുടർന്ന് വരുന്ന എപ്പിസോഡുകളിൽ അതൊക്കെ തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.